കർത്താവ് ഈ രാത്രിയിൽ ദിവ്യകാരുണ്യമായിട്ട് നമ്മളെ സന്ദർശിക്കുകയാണ്. കർത്താവ് തൻ്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ തപിച്ച മണലാരണ്യം ജലാശയമായിട്ട് മാറും, മരുഭൂമി മലർവാടിയായിട്ട് മാറും. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ നാശം അവർ പരിഹരിക്കും. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണിത്. തപിച്ച മണലാരണ്യം ജലാശയമാകും. ഒരുപക്ഷെ നമ്മളിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ചൂടുകൊണ്ട് മണലാരണ്യം പോലെ ആയിട്ടുണ്ടാകാം. നമ്മളിൽ പലരുടെയും ജീവിതം മരുഭൂമി പോലെ ആയിരിക്കാം. പക്ഷേ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം കടന്നു വരുമ്പോൾ നമ്മുടെ തപിച്ച ജീവിതം, ചുട്ടുപൊള്ളുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും അത് ജലാശയത്തിൻ്റെ കുളിർമയിലേക്ക് കർത്താവ് നമ്മളെ മാറ്റുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് പ്രത്യാശിക്കാം, കർത്താവ് തൻ്റെ സന്ദർശനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് കർത്താവ് വീണ്ടെടുത്തു തരും. നശിച്ചു പോയത് വീണ്ടും പണിതുയർത്താനുള്ള അഭിഷേകവും കൃപയും നമുക്ക് നൽകും. തലമുറകളായി ഉണ്ടായിട്ടുള്ള കുടുംബത്തിലുണ്ടായിട്ടുള്ള വിനാശങ്ങൾ പരിഹരിക്കാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ആഗ്രഹത്തോടെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങനെ സന്ദർശിക്കുന്ന ഈ വിശുദ്ധമായ മണിക്കൂറിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ നീറുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ പരിഹരിക്കാൻ അങ്ങ് എന്നെ തൊടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ഈശോ എന്താണ് നമുക്ക് ചെയ്തു തരേണ്ടത് അത് നമുക്ക് കർത്താവിനോട് പറയാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ ഭീകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരിക്കാം. അതെല്ലാം കർത്താവിന് കൊടുക്കാം. കർത്താവെ, പരിഹരിക്കാൻ കഴിയാത്ത കടബാധ്യതയിൽ ഞാൻ നീറിപ്പ് പൊട്ടുകയാണ്. കർത്താവെ, എൻ്റെ രോഗത്തിന് ഒരു മാറ്റം എനിക്ക് വേണം. കർത്താവെ, എൻ്റെ മക്കളുടെ വിവാഹം നടക്കണം. കർത്താവെ, ഈ തഴക്കദോഷത്തിൽ നിന്ന് എനിക്ക് വിമോചനം വേണം. കർത്താവെ, അപമാനഭാരം എടുത്തു നിൽക്കണം. കർത്താവെ, എനിക്കൊരു പുതിയൊരു അഭിഷേകം വേണം. നമ്മൾ ഓരോരുത്തരും ഈശോയെ നോക്കിക്കൊണ്ട് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് കർത്താവിനോട് ചോദിക്കുക. ജെറീക്കോ നഗരത്തിലൂടെ ഈശോ കടന്നു പോകുന്നത് അറിഞ്ഞ് അന്ധനായ ബർത്തിമായിസ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന്. അവൻ്റെ നിലവിളി കേട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് യേശു അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിൻ്റെ ഇടയിൽ പോലും ബർത്തിമായിസിൻ്റെ നിലവിളി കേട്ട കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ തേങ്ങലുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ ദുരിതങ്ങളും കാണാതിരുന്നിട്ടില്ല. ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് നമ്മളോട് ചോദിക്കുക, എൻ്റെ മകനെ, എൻ്റെ മകളെ, ഞാൻ ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു? നമുക്ക് വിശ്വാസത്തോടെ ഈശോയോട് പറയാം. ഇന്ന് പ്രത്യേകിച്ചും ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ നിയോഗമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട്, എൻ്റെ ഈ നിയോഗത്തിലേക്ക് കർത്താവെ കടന്നു വരണമേ, എൻ്റെ ഈ പ്രശ്നം എനിക്ക് പരിഹരിച്ചു തരണമേ, ഈ ബന്ധനം എനിക്ക് തകർത്ത് തരണമേ. ഈ ചെറിയ ശബ്ദത്തിൽ ഈശോയെ നോക്കി സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവേ, ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ അവിടുന്ന് പതിക്കണമേ. കർത്താവേ, ഇവരുടെ നീറുന്ന പ്രശ്നങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് കാണണമേ. തളർന്നുപോയ ജീവിതത്തെ അവിടുന്ന് പുനരുദ്ധരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ കെട്ടുകൾ എടുത്തു നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണുപോയ കൂടാരങ്ങൾ വീണ്ടും പണിതുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തഴക്ക ദോഷങ്ങളിൽ നിന്ന് വിമോചനം നൽകണമേ.
മക്കളെക്കുറിച്ചുള്ള ആദ്യം എടുത്തു നീക്കണമേ. അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ മക്കളുടെ ഹൃദയത്തെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ദൈവമേ ഇടപെടണമേ, ദൈവമേ ഇടപെടണമേ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ കർത്താവേ, ഇടപെടണമേ കർത്താവേ. നിന്റെ മക്കൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. അവരുടെ കണ്ണുനീര് തുടച്ചു നീക്കണമേ കർത്താവെ. തകർച്ചകൾ എടുത്തു നീക്കണമേ കർത്താവെ. നിന്റെ സ്നേഹം കൊണ്ട് അവരെ പൊതിയണമേ. എല്ലാ നിരാശയും നീങ്ങി പോകട്ടെ. തളർന്നുപോയ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. സങ്കടങ്ങൾ എടുത്തു നീക്കണമേ. പുതിയൊരു അഭിഷേകം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ താങ്ക് യു ജീസസ്, യേശുവേ താങ്ക് യു ജീസസ്, യേശുവേ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, യേശുവേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 22-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന നമുക്ക് വളരെ സുപരിചിതമായ വചനമാണ്. എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. എല്ലാവരും ഒന്ന് പറയാമോ? കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, അവസാനിക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ സ്നേഹം അസ്തമിച്ചു പോകുന്ന സ്നേഹമാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കഴിഞ്ഞ കാലത്തേക്ക് നോക്കുമ്പോൾ മരിച്ചാലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ പലരും, അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്ന പലരെയും നമ്മൾ മറന്നുപോയിട്ടുണ്ട്. നമ്മളെയും മറ്റുള്ളവരും മറന്നുപോയിട്ടുണ്ട്. ചെറുപ്പത്തിലെ ഒരുമിച്ച് കളിച്ച് പഠിച്ചവർ, കൂട്ടുകാർ, സ്കൂളിലും കോളേജിലും പഠിച്ചവർ, പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തെ അയൽവക്കംകാർ, എന്ത് വലിയ സ്നേഹമായിരുന്നു അന്നൊക്കെ. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, അകൽച്ചയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്നുപോയി. അപ്പം മനുഷ്യരുടെ സ്നേഹം എപ്പോഴും അസ്തമിച്ചു പോകുന്ന ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്നേഹത്തിന് ഒരു അതിർവരമ്പുണ്ട്, ഒരു പരിമിതിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ഒരു കൊലപാതകത്തിൽ ബില്ല് എന്നും രംഗ എന്നും പേരുള്ള 2 ചെറുപ്പക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ വധശിക്ഷ നടപ്പാക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വന്നു. പക്ഷേ ഈ കുറ്റവാളികൾക്ക് യാതൊരു ഭാവഭേദവുമില്ല. അവർ നിർവികാരരായി അവരുടെ വിധിയൊക്കെ കേട്ടു, അങ്ങനെ തടവറയിൽ ജീവിക്കുകയാണ്. പക്ഷേ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് രംഗയോട് ചോദിച്ചപ്പോൾ, രംഗ അതുവരെയും നിർവികാരനായിരുന്ന രംഗ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു, മരിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല, പക്ഷെ ഒരു കാര്യം എൻ്റെ ഹൃദയത്തെ തകർക്കുന്നു. ഞാനൊരു കൊലപാതകിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ കുടുംബക്കാർ എന്നെ ഉപേക്ഷിച്ചു. ഈ തടവറയിൽ എന്നെ കാണാൻ പലരും വന്നിട്ടുണ്ട്. ഓരോ പ്രഭാതത്തിൽ ഞാൻ ഓർക്കും, ഇന്നെൻ്റെ വീട്ടുകാർ വരുമെന്ന്. പക്ഷെ എൻ്റെ വീട്ടുകാർ വന്നില്ല. എൻ്റെ അമ്മയെങ്കിലും എന്നെ കാണാൻ വരുമെന്ന് വിചാരിച്ചു, പക്ഷെ അമ്മയും വന്നില്ല. എന്നെ കാണാൻ വന്ന മറ്റൊരാളോട് അമ്മ പറഞ്ഞു വിട്ടു, എനിക്ക് അങ്ങനെയൊരു മകനില്ല എന്ന് അവനോട് പറഞ്ഞേരെ എന്ന്. അതെൻ്റെ ഹൃദയത്തെ തകർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. കൊലപാതകിയായ ആ മകൻ്റെ മാതൃത്വം അവകാശപ്പെടാൻ ആ അമ്മയുടെ അഭിമാനം സമ്മതിച്ചില്ല. അപ്പം മനുഷ്യൻ്റെ സ്നേഹത്തിന് എപ്പോഴും അതിർവരമ്പുകളുണ്ട്, പരിധികളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് വചനം നമ്മളോട് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട്. കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ആ സ്നേഹത്തിന് അവസാനമില്ല എങ്കിൽ
ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല, നമ്മളെ എഴുതി തള്ളുകയില്ല. നമ്മുടെ ജീവിതം ഏതവസ്ഥയിലേക്കൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് പോയാലും, എന്തെല്ലാം പരാജയങ്ങളും തകർച്ചകളും പാപങ്ങളും വന്നാലും അവൻ ഒരിക്കലും കൈവിടുകയില്ല. കാരണം എന്താണ്? അവൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഇത് നമുക്ക് പ്രത്യാശ പകരുന്ന ഒന്നാണ്. അപ്പം ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണിത്. അവൻ ഒരിക്കലും ആരെയും തള്ളിക്കളയുന്നില്ല, ഏത് അവസ്ഥയിലുള്ള വ്യക്തിയെയും തള്ളിക്കളയുന്നില്ല. അത് ഉൽപ്പത്തി മുതൽ നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണത്തിന്, ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചു, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും ദൈവീകതയും എല്ലാം അവരിൽ കൊടുത്തിരുന്നു. എന്നാൽ അവർ പാപം ചെയ്തു, ദൈവത്തിൻ്റെ തേജസ് അവർ നഷ്ടപ്പെടുത്തി, പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് അവർ പോയി. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ഇവർ നശിച്ചു പോയി. ഇവർ പറഞ്ഞാൽ കേൾക്കില്ലാത്തവരാണ്, അവർ പോകട്ടെ, നശിച്ചു പോകട്ടെ. ഈ ആദാമ്യ വംശത്തിന് കൂടാതെ പുതിയൊരു വംശത്തെ അങ്ങ് ഉണ്ടാക്കാൻ ദൈവത്തിന് അത്ര എളുപ്പമാണ്. ആദം ഹവ്വയിൽ നശിച്ചു പോയിട്ടുള്ളൂ, അവരങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചില്ല. എന്നിട്ട് പുതിയ ഒരു മനുഷ്യവംശത്തെ രൂപപ്പെടുത്താമെന്ന് ദൈവം വിചാരിച്ചില്ല. മറിച്ച് തെറ്റ് ചെയ്തു, താനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യൻ എന്നേക്കുമായി നശിച്ചു പോകാതെ അവനെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷാകര പദ്ധതി ദൈവം അവിടെ പ്ലാൻ ചെയ്യുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി, അവർക്ക് വേണ്ടി ഒരു രക്ഷകനെ ദൈവം അവിടെ ഒരുക്കുകയാണ് ചെയ്തത്. അപ്പം മനുഷ്യവർഗത്തോട് അളവറ്റ കരുണയാണ് ദൈവപിതാവ് കാണിച്ചത്. വേണമെങ്കിൽ പോയത് പോകട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. അങ്ങനെ വിടാൻ ദൈവം തയ്യാറായില്ല. ദൈവം അത്രയധികം മനുഷ്യരെ സ്നേഹിച്ചിരുന്നു. സ്നേഹിക്കുന്നത് കൊണ്ടാണ് കൈവിടാത്തത്, വിലയുള്ളത് കൊണ്ടാണ് ഉപേക്ഷിച്ച് കളയാത്തത്. ഏത് വിധത്തിലും തിരിച്ചെടുക്കാനായിട്ട് ദൈവം ശ്രമിക്കുന്നതെല്ലാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയും തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം. അപ്പോൾ സ്നേഹം അതിരുകളില്ലാത്തത് കൊണ്ടാണ് എന്തൊക്കെ സംഭവിച്ചാലും എഴുതിത്തള്ളാതെ, കൈവിടാതെ പിന്നെയും ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവം പരിശ്രമിക്കുന്നത്. ബൈബിൾ മുഴുവനും നമുക്കിത് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ സ്നേഹത്തിന് അതിർവരമ്പുണ്ട്, അത് വറ്റിപ്പോകും. അങ്ങനെ വറ്റിപ്പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ക്ഷമയ്ക്കും ഒരതിരില്ലേ, സഹിച്ച് മടുത്തു, എത്ര കാലം ഇങ്ങനെ സഹിച്ച് ജീവിക്കുക, ഇതിനേക്കാളും ഭേദമൊക്കെ ഡിവോഴ്സ് ചെയ്യല്ലേ. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്നേഹം വറ്റിപ്പോകുകയാണ്. സ്നേഹം വറ്റിപ്പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് മടുപ്പ് വരുന്നത്, നിരാശ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് ജോലിയുടെ കാര്യത്തിലായാലും അങ്ങനെയാണ്. നമുക്ക് ഒരു ജോലിയോട് ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകും, മടുത്തു പോകും. ഇപ്പോൾ ഉദാഹരണത്തിന്, അടുക്കളപ്പണി ഇഷ്ടമില്ലാത്ത ഒരാൾ, അവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക. അത് ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നും, വളരെ പെട്ടെന്ന് മടുക്കും. അതെങ്ങനെയെങ്കിലും ഒഴിയാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ. അതിൻ്റെ കാരണം എന്താണ്? ജോലിയുടെ ഭാരമല്ല, മനസ്സുകൊണ്ട് നമ്മൾ ആ ജോലിയെ വെറുക്കുന്നു. നമുക്കതിന് ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല. ഇഷ്ടപ്പെടാത്തതിനെ വളരെ പെട്ടെന്ന് നമ്മൾ മടുക്കും. അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പം അതുകൊണ്ട് സ്നേഹം ഇല്ലാത്തപ്പോൾ, ഇഷ്ടം നഷ്ടപ്പെടുമ്പോഴാണ് ഈ മടുപ്പ് വരുന്നതും പുറന്തള്ളലൊക്കെ വരുന്നതെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് മേഖലയിലാണെങ്കിലും മടുപ്പ് വരുന്നുണ്ടെങ്കിൽ ഓർക്കണം, അതിനു മുമ്പ് തന്നെ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മേഖലയിൽ നമുക്കുള്ള ഇഷ്ടം, സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ മടുപ്പ് വരുന്നത് പ്രശ്നങ്ങളുള്ളത് കൊണ്ടല്ല, പ്രശ്നങ്ങൾ കാരണം സ്നേഹം വറ്റിപ്പോയി. അപ്പം അതുപോലെ ഏത് ദൗത്യങ്ങളിലും മടുപ്പ് വരുന്നത്, ക്ലേശങ്ങൾ വരുന്നത് കൊണ്ട്, സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ മടുപ്പ് മാറാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? നഷ്ടപ്പെട്ടു പോയ സ്നേഹം വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ബന്ധത്തെ സ്നേഹിക്കാൻ മാത്രം സ്നേഹം എനിക്ക് തരണമേ. ഈ ജോലിയെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ നിൻ്റെ സ്നേഹം എനിക്ക് തരണമേ.
അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മടുപ്പ് മാറിപ്പോകുന്ന അനുഭവം ഉണ്ടാകും. ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ എളുപ്പമുള്ളതായിട്ട് മാറുന്ന അനുഭവങ്ങളുണ്ടാകും. എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടാൻ പഠിക്കണം. അതിന് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ നമുക്ക് സാധിക്കും. നമ്മൾ കുടുംബജീവിതത്തിലാണെങ്കിലും മറ്റേത് ബന്ധങ്ങളിലാണെങ്കിലും നമുക്ക് സ്നേഹം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആണ് മടുപ്പ്, തളർച്ച ഉണ്ടാകുന്നത്, സഹിക്കാൻ പറ്റാതായിത്തീരുന്നത്. സ്നേഹം നഷ്ടപ്പെടാതിരുന്നാൽ പിന്നെയും സഹിക്കാനും സഹിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് ദൈവം ശക്തി തരും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ കർത്താവ് അതുകൊണ്ട് നമ്മുടെ സ്നേഹം വറ്റിപ്പോകുന്ന സ്നേഹമാണ്, നമ്മുടെ സ്നേഹം അസ്തമിക്കുന്ന സ്നേഹമാണ്, നമ്മുടേതിനെല്ലാം പരിധിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്നേഹം കൊണ്ട് ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകും. കാരണം നമ്മുടെ സ്നേഹം അങ്ങ് തീരും. കുറേ വിരുദ്ധ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ സ്നേഹിക്കാൻ പറ്റാതായി തീരുകയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് ഒരിക്കലും വറ്റിപ്പോകാത്ത കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. ആരെയെങ്കിലും സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ സ്നേഹം കൊണ്ടാണ് സ്നേഹിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് വറ്റിപ്പോകാത്ത ആ സ്നേഹത്തിൻ്റെ ഒരു ചാനലായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ കൈവിടാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്ന് യോനാ പ്രവാചകൻ്റെ കഥയാണ്. യോനാ പ്രവാചകനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം യോനായെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിനവേയിൽ പോയി നിനവേക്കെതിരെ പ്രവചിക്കണം. പക്ഷെ പ്രവാചകൻ പേടിച്ച് എതിർദിശയിലേക്ക് ഓടി താർശീഷിലേക്കുള്ള ഒരു കപ്പൽ കയറി. കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ ദൈവം പറഞ്ഞത് കേട്ടില്ല. ദൈവം പറഞ്ഞതിന് നേരെ എതിരായിട്ട് യോനാ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ അടുത്ത പണി? അവൻ ഏതായാലും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവൻ അവൻ്റെ വഴിക്ക് പോയി. വേറെ എന്തോരം മനുഷ്യരവിടെ കിടക്കുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ വേറൊരു മനുഷ്യനെ വിളിച്ച് പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്ത് നിനവേയിലേക്ക് വിടാമായിരുന്നു. വളരെ എളുപ്പമുള്ള കാര്യമാണത്. എന്നാൽ ദൈവം വളരെ എളുപ്പമുള്ള ആ കാര്യമല്ല ചെയ്തത്. കുറെ കൂടി കഷ്ടപ്പാടുള്ള പണിയാണ് ചെയ്തത്. ഈ താർശീഷിലേക്കുള്ള കപ്പൽ മുന്നോട്ട് പോകാതെ കടലിലേക്ക് കൊടുങ്കാറ്റ് അയക്കേണ്ടി വന്നു. അവരുടെ ചരക്കുകളെല്ലാം കടലിൽ എറിയിപ്പിച്ചു. അങ്ങനെ അവിടെ ഒരു പ്രക്ഷുബ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചു. ഒടുവിൽ ഇവനെ കടലിലേക്ക് എറിയിച്ചു. ഇവനെ പിടിക്കാനായിട്ട് തിമിംഗലത്തെ അയച്ചു. ഇങ്ങനെ എന്തെല്ലാം പണിയാണ് കർത്താവ് ചെയ്തത്. സത്യത്തിൽ ഇതിനേക്കാളൊക്കെ എളുപ്പമുള്ള പണി യോനാ പ്രവാചകൻ പോയെങ്കിൽ പോട്ടെ, അടുത്ത ഒരു പ്രവാചകനെ അങ്ങ് എടുത്തുയർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ദൈവം അത് ചെയ്തില്ല? കർത്താവിൻ്റെ യോനാ പ്രവാചകനോടുള്ള സ്നേഹമാണത്. കാരണം യോനായെ അങ്ങനെ വിട്ടാൽ അവൻ്റെ ജീവിതം അർത്ഥശൂന്യമായി തീരും. അവൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം ഇല്ലാതാകും. അവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഭയന്ന് അവൻ ഓടി ഒളിച്ചുവെങ്കിലും, അവൻ്റെ ബലഹീനത കൊണ്ട് അവൻ അങ്ങനെ ചെയ്തെങ്കിലും, ദൈവത്തിൻ്റെ കരുണയാണ് അവനെ തിരിച്ചു വിളിച്ച് വീണ്ടും അവനെ ഏൽപ്പിച്ച് ദൗത്യം ചെയ്യിപ്പിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തെ മഹത്വമുള്ളതാക്കി മാറ്റുകയാണ് ദൈവം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. തള്ളിക്കളയുകയല്ല ചെയ്തത്. വീണുപോയത് കൊണ്ട്, ധിക്കരിച്ചതുകൊണ്ട്, അനുസരിക്കാത്തത് കൊണ്ട്, അതുകൊണ്ട് നിനക്കിതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പണിഷ്മെൻറ്റ് നടത്തുകയല്ല ചെയ്തത്. ഇപ്പോൾ താർശീഷിലേക്കുള്ള കപ്പലിൽ കയറി യാത്ര പുറപ്പെട്ടപ്പോൾ കടലിൽ കൊടുങ്കാറ്റുണ്ടായി എന്നുള്ളത് ശരിയാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി, കടലിൽ എറിയപ്പെട്ടു എന്നുള്ളതൊക്കെ ശരിയാണ്. ഇതൊന്നും ശിക്ഷയല്ല, മറിച്ച് അവനെക്കുറിച്ചുള്ള മനോഹരമായ ആ പദ്ധതി നഷ്ടപ്പെടാതെ അതിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഈ കൊടുങ്കാറ്റും അനന്തര സംഭവങ്ങളും എല്ലാം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഇവിടെ യോനായുടെ ജീവിതം ഒരു പരാജയമായിട്ട് മാറിയനെ, അർത്ഥശൂന്യമായിട്ട് മാറിയനെ. ഇന്ന് യോനായെ നമ്മൾ ആരും അറിയുമായിരുന്നില്ല. പകരം വേറൊരു പ്രവാചകനെ വിളിച്ച് ആ പ്രവാചകനാണ് യോന ഈ നിനവേയിൽ പോയി പ്രസംഗിച്ചതെങ്കിൽ ആ പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ.
പക്ഷെ ഇത് ഇന്ന് യോന അനശ്വരനായി നിൽക്കുന്നത് കർത്താവ് അവനെ കൈവിടാതെ അവനെ തിരിച്ചു വിളിച്ച് വീണ്ടും അഭിഷേകം ചെയ്ത് അവൻ്റെ ഭയം എടുത്തു നീക്കി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ചെയ്ത് അവൻ്റെ ജീവിതത്തെ സാക്ഷാത്കരിച്ച ദൈവത്തിൻ്റെ കൈവിടാത്ത സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇവിടെ നമ്മൾ ഓർക്കണം, കൊടുങ്കാറ്റുണ്ടായി കപ്പൽ മുങ്ങുമെന്ന് കരുതിയപ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്നവരെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തെ. ഈ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ദൈവം നിശബ്ദന, കൊടുങ്കാറ്റ് ശമിക്കുന്നില്ല. കപ്പലിലുണ്ടായിരുന്ന ഭാരമുള്ള വസ്തുക്കളൊക്കെ കടലിൽ എറിഞ്ഞ് ഭാരം കുറച്ചു, കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാൻ. എന്നിട്ടും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്ങനെയാണ്, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും, നമ്മൾ ഉപവസിക്കും, കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. ഒടുവിൽ യോനായെ കപ്പലിൽ നിന്നും പുറത്തെറിഞ്ഞപ്പോൾ മാത്രമാണ് കടൽ ശാന്തമായത്. കാരണം ദൈവം ആഗ്രഹിച്ചത് എന്താണ്? യോനായെയാണ്. യോനായുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ മാറണം. താർശീശിൽ നിന്നും നിനവേയിലേക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറണം. അപ്പോഴേ കടൽ ശാന്തമായുള്ളൂ. അപ്പോഴേ കപ്പലിനെ മര്യാദയ്ക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള സാഹചര്യം അവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും അകന്നാണ് പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ തിരിയുന്നത് വരെ ജീവിതത്തിൽ കൊടുങ്കാറ്റുണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ചിട്ടും ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ വിട്ടുമാറുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കും. നമ്മൾ ഒരുപാട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ എന്ന് ചിന്തിക്കും. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആദിമ പദ്ധതിയിലേക്ക് മടങ്ങി വരുന്നത് വരെ കൊടുങ്കാറ്റുണ്ടായിക്കൊണ്ടിരിക്കും. കൊടുങ്കാറ്റ് ശമിക്കുകയില്ല. അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിന്തിച്ച് നമ്മൾ നോക്കണം. ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുന്നുണ്ടാകും. നിൻ്റെ ആധ്യാത്മിക ജീവിതത്തെ തിരിച്ചു വിളിക്കുന്നുണ്ടാകാം. നിൻ്റെ പ്രവർത്തന മേഖലകളിൽ ദൈവം തിരിച്ചു വിളിക്കുന്നുണ്ടാകാം. എവിടെയോ ട്രാക്ക് തെറ്റിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാകാതെ പ്രാർത്ഥനകളും ഉപവാസവും മാത്രമായി പോകുമ്പോൾ അത് നമ്മളെ തന്നെ നിരാശപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ദൈവം കടലിനെ ഇളക്കുന്നതും കാറ്റിനെ അയക്കുന്നതും എല്ലാം കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് നമ്മളെ നയിക്കാനാണ്, ശിക്ഷിക്കുവാനല്ല എന്നുള്ള സന്ദേശം യോനായുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുകയാണ്. അപ്പോൾ തെറ്റ് ചെയ്ത യോന, ധിക്കരിച്ച യോന, കർത്താവ് കൈവിടാത്തത് കൊണ്ട് അവന് വീണ്ടും ഒരു ജീവിതമുണ്ടായി. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നിരാകരിച്ചവരായിരിക്കാം. പക്ഷെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല എന്ന് യോനായുടെ ജീവിതം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ബൈബിളിലെ മറ്റൊരു കഥാപാത്രം, ഒരിക്കലും കൈവിടാത്ത, തള്ളിക്കളയാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, പത്രോസാണ്. നമുക്കറിയാം, പത്രോസിനെ കർത്താവ് ഒരുപാട് സ്നേഹിച്ചിരുന്നു. പത്രോസും വിചാരിച്ചിരുന്നു കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പത്രോസ് വലിയ അഭിമാനത്തോടെ പറഞ്ഞു, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിനക്ക് വേണ്ടി നിന്നോടുകൂടി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടാനും ഞാൻ തയ്യാറാണ്. അത്ര ഉറപ്പായിരുന്നു പത്രോസിന്. പക്ഷേ സമയം വന്നപ്പോൾ പത്രോസ് തകർന്നു വീണുപോയി. പത്രോസ് യേശുവിനെ അറിയുന്നില്ല എന്ന് പോലും തള്ളിപ്പറയേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഓർത്തു നോക്കുകയും, ശരിക്കും മാനുഷികമായി ചിന്തിച്ചാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത മനുഷ്യനായ പത്രോസ്. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് ആദ്യം തന്നെ തള്ളിപ്പറഞ്ഞത്. മറ്റെല്ലാ ശിഷ്യന്മാരെക്കാളും മോശമായി പെട്ടെന്ന് ഈശോയെ സാധാരണക്കാരായ മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറയുകയാണ് പത്രോസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ എങ്ങനെ വിശ്വസിച്ച് തൻ്റെ സഭയുടെ നേതൃത്വം ഏൽപ്പിക്കും? നമ്മളാണെങ്കിൽ ഒരിക്കലും ഏൽപ്പിക്കുകയില്ല.
നമ്മൾ അവനെ തള്ളിക്കളയുകയുള്ളൂ. പക്ഷെ നമുക്കറിയാം, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു തള്ളിക്കളഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമുക്ക് നല്ലൊരു ഉറപ്പ് നൽകുകയാണ്. ജീവിതത്തിൽ കർത്താവിൻ്റെ അടുത്ത് പല പ്രതിജ്ഞകളും നമ്മൾ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. നിനക്ക് വേണ്ടി അത് ചെയ്യും, ഞാൻ അങ്ങനെ ജീവിക്കും, ഇങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അവയോടൊന്നും വിശ്വസ്ത പുലർത്താൻ കഴിയാതെ സമയം വന്നപ്പോൾ ലോകത്തിൻ്റെ വഴികളിലൂടെ, സ്വന്തം വഴികളിലൂടെയൊക്കെ പോയി കർത്താവിനെ ദുഃഖിപ്പിച്ച ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നമ്മളിൽ ചിലരൊക്കെ. എന്നാൽ അവർക്കെല്ലാം പത്രോസിൻ്റെ ജീവിതം ഒരു സന്ദേശം നൽകുകയാണ്. അങ്ങനെയൊക്കെ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ പേരിൽ നീ കുറ്റബോധത്തിൻ്റെ അടിമപ്പെട്ട് ജീവിക്കണ്ട. നീ അതുകൊണ്ട് ഭയപ്പെടേണ്ട എൻ്റെ അടുത്തേക്ക് വരാൻ. അതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കരുത്. നിൻ്റെ ജീവിതത്തിലെ മണ്ടത്തരങ്ങളുടെ പേരിൽ, നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുടെ പേരിൽ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല ഞാൻ എന്ന് പത്രോസിലൂടെ എന്നോടും നിങ്ങളോടും ഈ രാത്രിയിൽ കർത്താവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കൈവിടാത്ത കർത്താവിൻ്റെ ഒരു സ്നേഹം, ആ സ്നേഹം പത്രോസിൻ്റെ ഈ വീഴ്ചയെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആക്കി മാറ്റി. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരിക്കൽ യേശുവിനെ തന്നെ അടുത്ത് കിട്ടിയപ്പോൾ പത്രോസ് ഹൃദയം പൊട്ടിക്കൊണ്ട് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പത്രോസ് ചോദിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് നിനക്ക് അറിയാമായിരുന്നല്ലോ. ഞാൻ ദുർബലനാണെന്ന് നിനക്കറിയാൻ പാടില്ലേ? എന്നിട്ടും ഇത്രയും ലജ്ജാകരമായ വിധത്തിൽ നിന്നെ തള്ളിപ്പറയാൻ എന്നെ നീ എന്തുകൊണ്ടാണ് അനുവദിച്ചത്? ഇത്രയും നാണം കെട്ട അവസ്ഥയിലേക്ക് ഞാൻ താണുപോകാനായിട്ട് നീ എന്നെ എന്തുകൊണ്ടാണ് കർത്താവെ കൈവിട്ടത് എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, നീ എൻ്റെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ളവനാണ്. എൻ്റെ സഭയിൽ പലതരത്തിലുള്ള ആളുകളുണ്ടാകും. ദുർബലരായ ആളുകൾ, ബലഹീനരെ, വീണുപോകുന്നവരൊക്കെ ഉണ്ടാകും. അവരോടെല്ലാം നീ കർക്കശക്കാരനായിട്ട് മാറിയാൽ നിൻ്റെ നേതൃത്വം പരാജയമായിട്ട് മാറും. അതുകൊണ്ട് വീഴുന്നവരോട് കരുണ കാണിക്കാൻ നീയും വീഴുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് നല്ലതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസിനെ വീഴാൻ അനുവദിച്ചുകൊണ്ട്, എളിമപ്പെടുത്തിക്കൊണ്ട്, പിൽക്കാലത്ത് സഭയിൽ വീണുപോകുന്ന വിശ്വാസികളെ തള്ളിക്കളയാതെ, ഉപേക്ഷിക്കാതെ അവരെയും കരുണയോടെ ചേർത്ത് പിടിക്കാൻ വേണ്ടി പത്രോസിൻ്റെ വീഴ്ചയെ ദൈവം ഒരു ട്രെയിനിങ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളിലും ഇത്തരത്തിലുള്ള ഒരു കൃപ ഒഴിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളും പരാജയങ്ങളും പാപങ്ങളും ചില തിരിച്ചറിവുകൾ നമുക്ക് നൽകും. നമ്മൾ അഹങ്കാരം എടുത്തു കളയും. ഭാവി ജീവിതത്തിൽ അത് നമ്മുടെ ദൗത്യങ്ങൾ നിറവേറ്റാൻ കുറവുള്ള മനുഷ്യരെ കരുണയോടെ കാണാനായിട്ട് അത് നമ്മളെ പരിശീലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ രാത്രിയിൽ വീണുപോയ അനുഭവങ്ങൾ മറക്കാൻ കഴിയാതെ പത്രോസിനെ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ കർത്താവിനെ ഞാനിങ്ങനെ തള്ളിപ്പറഞ്ഞല്ലോ. പത്രോസിന് തന്നെക്കുറിച്ച് തന്നെ ലജ്ജ തോന്നുന്നു. പത്രോസിന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഇതുപോലെ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. ആത്മാർത്ഥമായും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ചു. കർത്താവിൻ്റെ അടുത്ത് ഒരുപാട് പ്രതിജ്ഞകൾ എടുത്തു, പാലിക്കാൻ സാധിച്ചില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, അതെല്ലാം അറിയുന്ന കർത്താവ് എന്നെയും നിങ്ങളെ തള്ളിക്കളയുന്നില്ല. എന്നെയും നിങ്ങളെയും വീണ്ടും ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ ആ അമൂല്യമായ സ്നേഹം ഈ രാത്രിയിൽ നമുക്ക് ആശ്വാസവും നമുക്ക് ശക്തിയും പകരുന്ന ഒന്നായിട്ട് നമ്മൾ മാറണം. അതുപോലെ തന്നെ കൈവിടാത്ത ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തം ഈശോ വരച്ച് കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ധൂർത്തപുത്രനാണ്. ധൂർത്തപുത്രൻ അവകാശം ചോദിച്ചു വാങ്ങി പിതാവിനെയും പിതൃഭവനത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് വിദൂരദേശത്തേക്ക് പോയ ചെറുപ്പക്കാരനാണ്. അങ്ങനെ പോയി അപ്പൻ്റെ സ്വത്തെല്ലാം നശിപ്പിച്ചു.
ആരോഗ്യം നശിപ്പിച്ചു, സൽപ്പേര് നശിപ്പിച്ചു. അങ്ങനെ സകലതും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി പന്നികളുടെ കൂടെ ജീവിക്കുമ്പോഴാണ് അവന് ബോധോദയം ഉണ്ടാകുന്നത്. അവൻ തിരിച്ചറിഞ്ഞു, എനിക്ക് അപ്പൻ്റെ മകനായി ജീവിക്കാൻ ഇനി അർഹതയില്ല. ആ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം നിലനിർത്തുക, ഒരു മിനിമം തോതിലുള്ള ജീവിതം. അതിന് ഏറ്റവും നല്ലത് അപ്പൻ്റെ അടുത്ത് പോയി ഒരു വേലക്കാരനെ പോലെ ജീവിക്കാം. അത്രയൊക്കെ ചെറുപ്പക്കാരൻ ആഗ്രഹിച്ചുള്ളൂ. അതിനപ്പുറത്ത് സ്വപ്നം കാണാൻ ഒന്നും അവൻ അർഹതയില്ല. കാരണം എല്ലാം കളഞ്ഞു കുളിച്ചു. ദൈവം തന്ന അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. ദൈവം തന്ന കൃപകളെല്ലാം ദുരുപയോഗിച്ചു. ദൈവം തന്ന ആരോഗ്യം നശിപ്പിച്ചു. മദ്യപിച്ചും മയക്കുമരുന്നിനും വേണ്ടാത്തതിനൊക്കെ പോയി എല്ലാം നശിപ്പിച്ചു. വളരാനുണ്ടായിരുന്ന ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം അവഗണിച്ചു പോയി. അങ്ങനെ സകലതും നഷ്ടപ്പെട്ട, ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനും പ്രത്യാശ നൽകുന്ന കഥയാണ് ധൂർത്തപുത്രൻ്റെ കഥ. അവനൊരിക്കലും ഇനി സാധ്യതയില്ല പിതാവിൻ്റെ ഭവനത്തിൽ ജീവിക്കാൻ. അവനൊരിക്കലും ഇനി അവകാശമില്ല പിതാവിൻ്റെ പുത്രനായിട്ട് ജീവിക്കാൻ. എങ്കിലും കൈവിടാത്ത പിതാവിൻ്റെ സ്നേഹം ഉള്ളതുകൊണ്ട്, അസ്തമിക്കാത്ത ദൈവസ്നേഹം ഉള്ളതുകൊണ്ട് ആ നഷ്ടപ്പെട്ട ജീവിതം വീണ്ടും അർത്ഥമുള്ളതായി തീർന്നു. വീണ്ടും അവന് എവിടെ നഷ്ടപ്പെട്ടുവോ, എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതൊക്കെ തിരിച്ചു തരുവാനായിട്ട് അവൻ്റെ പിതാവ് അവന് മനസ്സ് കാണിച്ചു. കാരണം അസ്തമിക്കാത്ത സ്നേഹമാണ് ആ പിതാവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പിതാവിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഒരുത്തം പോയി എങ്കിലും മൂത്ത പുത്രനുണ്ടല്ലോ കൂടെ, ആശ്വാസം, അവനെ സ്നേഹിച്ച് അവനോട് പറ്റിച്ചേർന്നങ്ങ് ജീവിച്ചാൽ മതി. പക്ഷെ മൂത്തപുത്രൻ ഉണ്ടല്ലോ എന്ന് കരുതി വഴിതെറ്റിയ ഇളയപുത്രനെ ഉപേക്ഷിച്ചില്ല. അവൻ പോകട്ടെ എന്ന് വിചാരിച്ചില്ല. അവൻ്റെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ പിതാവിൻ്റെ ഹൃദയം, അത് ദൈവപിതാവിൻ്റെ ഹൃദയമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എല്ലാം ഞാൻ നശിപ്പിച്ച് കളഞ്ഞു ചിന്തിക്കുന്നവരുണ്ടാകാം. എൻ്റെ നല്ല പ്രായം നശിപ്പിച്ച് കളഞ്ഞു, എൻ്റെ അറിവ്, എൻ്റെ കഴിവ് എല്ലാം ഉപയോഗശൂന്യമായി പോയി. അങ്ങനെ ഒക്കെ ചിന്തിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം എനിക്കും നിങ്ങൾക്കും പ്രത്യാശ പകരുകയാണ്. അതോടൊപ്പം തന്നെ ഈ കൈവിടാത്ത സ്നേഹത്തിൻ്റെ അർഹത നമ്മൾ നേടണമെങ്കിൽ നമ്മളും ആ പിതാവിൻ്റെ ഹൃദയം സ്വന്തമാക്കണം. നമ്മുടെ ജീവിതത്തിൽ പലരെയും നമ്മൾ കൈവിട്ടു, പലരെയും നമ്മൾ എഴുതിത്തള്ളി. വാശി പിടിച്ചും വൈരാഗ്യത്തിലൊക്കെ ജീവിക്കുന്നത് ആ എഴുതിത്തള്ളലിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, പിതാവിൻ്റെ ഹൃദയമുള്ളവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ ചില വാശികളൊക്കെ നമ്മൾ ഈ രാത്രിയിൽ ഉപേക്ഷിക്കണം. അവൻ വന്ന് കാല് പിടിക്കട്ടെ, അവൾ വന്ന് ക്ഷമ പറയട്ടെ, അവൻ വന്ന് ക്ഷമ ചോദിക്കട്ടെ, തെറ്റ് തിരുത്തട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉപേക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെ ആ സ്നേഹം സ്വന്തമാക്കണം. മക്കളോടുള്ള വാശിയും, മാതാപിതാക്കളോടുള്ള വാശിയും, സഹോദരങ്ങളോടുള്ള വാശിയും, ജീവിത പങ്കാളിയോടുള്ള വാശിയുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്താൽ വാരിപ്പുണരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മളെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ കൈവിടാത്ത പിതാവിൻ്റെ മുമ്പിൽ, തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ വാശി കൊണ്ട്, എൻ്റെ ദേഷ്യം കൊണ്ട്, എൻ്റെ വെറുപ്പ് കൊണ്ട് പലരെയും ഞാൻ എഴുതിത്തള്ളിയിട്ടുണ്ട്, ഞാൻ കൈവിട്ട് കളഞ്ഞിട്ടുണ്ട്. ഈ രാത്രിയിൽ ആരെയൊക്കെ ഞാൻ ജീവിതത്തിൽ നിന്ന് എഴുതിത്തള്ളിയിട്ടുണ്ടോ അവരെല്ലാം തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൈവിടാത്ത സ്നേഹത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് ബൈബിളിൽ
നമുക്ക് കാണാൻ സാധിക്കുന്ന കഥാപാത്രം യൂദാസാണ്. യൂദാസിൻ്റെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്ന് കർത്താവിനറിയാമായിരുന്നു. തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണ് എന്ന് യേശു നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. എന്നിട്ടും യേശു അവനെ തള്ളിക്കളഞ്ഞില്ല. യേശു അവനെ ഒഴിവാക്കിയില്ല. മാത്രമല്ല, ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും, മറ്റു ശിഷ്യന്മാരെക്കാൾ കൂടുതൽ കെയർ കൊടുത്തുകൊണ്ട്, ഉപദേശിച്ചുകൊണ്ട് അവൻ്റെ ഹൃദയത്തെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി ഈശോ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൻ നശിച്ചു പോകാതിരിക്കാനുള്ള എല്ലാ വഴികളും ഈശോ എടുത്തിരുന്നു. അവയെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് യൂദാസിൻ്റെ വഴിക്ക് പോയത്. അപ്പം യൂദാസിൻ്റെ പ്രശ്നം എന്തായിരുന്നു? യൂദാസ് ഈശോയെ സ്നേഹിച്ചിരുന്നു. ശരിക്കും ചിലപ്പോഴൊക്കെ ഈശോയ്ക്ക് വേണ്ടി കല്ലേറ് വരെ ഏറ്റിട്ടുണ്ട് പുള്ളി. ഒത്തിരി തീക്ഷ്ണത ചിലപ്പോൾ കാണിക്കുമായിരുന്നു. എന്നാൽ യൂദാസിൻ്റെ ഹൃദയം ഈശോയ്ക്ക് കൊടുത്തിരുന്നില്ല. ഒരേ സമയത്ത് 2 വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു യൂദാസിൻ്റേത്. യൂദാസിന് ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉള്ളിൽ ഉണ്ടായിരുന്നു. യൂദാസ് ലോകത്തെയും സ്നേഹിച്ചു, യേശുവിനെയും സ്നേഹിച്ചു. 2 പേരെയും ഒരുമിച്ച് സ്നേഹിച്ചതാണ് യൂദാസിൻ്റെ കുഴപ്പത്തിന് കാരണം. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ചു, 2 യജമാനന്മാരെ ഒരിക്കലും ഒരാൾക്ക് ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റിയില്ല. ഒന്നുകിൽ ഒരാളെ ഉപേക്ഷിക്കും, മറ്റൊരാൾ സ്വീകരിക്കും. 2 വഞ്ചിയിൽ ഒരുമിച്ച് യാത്ര ചെയ്താൽ നടുക്കടലിൽ വീഴെത്തിയില്ല. അപ്പം അതുകൊണ്ട് യൂദാസിൻ്റെ അബദ്ധം അതായിരുന്നു. യൂദാസ് ഒരേ സമയത്ത് ആത്മീയനാകാനും ലൗകികനാകാനും ശ്രമിച്ചു. ലോകത്തിൻ്റെ മുമ്പിൽ വലിയവനാകാൻ ശ്രമിച്ചു, യേശുവിൻ്റെ മുമ്പിലും വലിയവനാകാൻ ശ്രമിച്ചു. പലപ്പോഴും ഈ യൂദാസിനെ പോലെയാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നു, അതേസമയത്ത് ലൗകിക ജീവിതത്തിൻ്റെ നേട്ടങ്ങളിലും ആഗ്രഹങ്ങളിലും ഒക്കെ നമ്മുടെ മനസ്സ് ഉടക്കി കിടക്കും. ഒരേ സമയത്ത് 2ഉം വേണം, ഒന്നും വിടാൻ പറ്റില്ല. അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ വളർച്ചയില്ലാതാകുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മുടെ ഭക്തി അഭ്യാസങ്ങളുടെയും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും ഒക്കെ പിറകിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ലോകമോഹങ്ങളാൽ ജ്വലിക്കുകയാണ്. ഹൃദയം ദൈവത്തിന് കൊടുക്കുന്നില്ല. ഹൃദയം പലപ്പോഴും ലോകത്തിന് കൊടുത്തിട്ട് ബാഹ്യമായി നമ്മൾ പ്രാർത്ഥനയും ഭക്താഭ്യാസങ്ങളും എല്ലാം ചൊല്ലി ആത്മീയ മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ജീവിക്കുമ്പോൾ 1, നമുക്ക് അധിക ദൂരം പോകാൻ പറ്റില്ല. 2, നമ്മൾ ദുർബലരായിത്തീരും. 2 നമ്മൾ പരാജയപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ കൊണ്ട് ജീവിതം നിറയണമെങ്കിൽ, ദൈവശക്തി കൊണ്ട് ജീവിതം നിറയണമെങ്കിൽ, ആത്മീയ ജീവിതത്തിൻ്റെ മാധുര്യവും കൃപയും സ്വന്തമാക്കണമെങ്കിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കണം. യേശുവിന് വേണ്ടി ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കണം. ഉള്ളിൽ ലോകത്തിൻ്റെ മോഹങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ ഒരിടത്തും എത്തിച്ചേരുകയില്ല എന്ന് യൂദാസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മളും പലപ്പോഴും യൂദാസന്മാരെ പോലെയാണ്. നമ്മൾ ഈ പള്ളിപ്പോക്കും പ്രാർത്ഥനയും എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ലോകമോഹം നിറഞ്ഞു നിൽക്കുന്നതൊക്കെ കർത്താവിനറിയാം. എന്നാലും അവൻ തള്ളിക്കളയുന്നില്ല. വീണ്ടും വീണ്ടും നമ്മൾ മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങൾ നൽകുകയാണ്. ഓരോ ധ്യാനങ്ങളും ഓരോ ആത്മീയ ശുശ്രൂഷകളൊക്കെ ദൈവം തരുന്ന അവസരം എന്തിനാണ്? ഈ 2 വഞ്ചിയിലുള്ള നിൻ്റെ യാത്ര അവസാനിപ്പിക്കാനും ഒരു തീരുമാനമെടുക്കാനും വേണ്ടിയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുക. ചിലപ്പോഴെങ്കിലും ചില പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകാതെ വൈകിപ്പിക്കുന്നതിൻ്റെ കാരണം ആ പ്രാർത്ഥനയുടെ ഉത്തരം സ്വീകരിക്കാൻ നീ ഇനിയും ഒരുക്കപ്പെടേണ്ടതുള്ളത് കൊണ്ടാണ്. നിൻ്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നീ എടുക്കാനുള്ളത് കൊണ്ടാണ്. ദൈവം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണിത്. നിൻ്റെ ഹൃദയം ശുദ്ധി ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു നിലപാടെടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ
യൂദാസിൻ്റെ ജീവിതം നൽകുന്ന സന്ദേശം 2 സന്ദേശങ്ങളാണ്. ഒന്ന്, യൂദാസിനെ പോലെ 2 വഞ്ചിയിൽ യാത്ര ചെയ്താൽ നമ്മൾ ആത്മീയ ജീവിതത്തിലും ശുഷ്കരാകും, ഭൗതിക ജീവിതത്തിലും ശുഷ്കരായിത്തീരും. നമ്മുടെ ജീവിതം സമ്പൂർണ്ണ പരാജയമായിട്ട് തീരും. നമ്മുടെ ആത്മീയത, ദൈവ ശുശ്രൂഷ നമുക്ക് പ്രയോജനമുള്ളതായിട്ട് തീരുകയില്ല. ഒന്നുകിൽ നീ ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കണം. നിൻ്റെ ഹൃദയം നീ ദൈവത്തിന് കൊടുക്കണം. ചിന്തിച്ചു നോക്കുക, നിൻ്റെ ഹൃദയത്തിൽ നീ ദൈവരാജ്യത്തിന് വേണ്ടിയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതോ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. രണ്ടാമതായി ഓർക്കണം, യൂദാസിൻ്റെ ഹൃദയം എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് ദൈവം അറിഞ്ഞു. എന്നിട്ടും അവനെ കൈവിടാതെ അവസാന നിമിഷം വരെ അവനെ ചേർത്ത് പിടിച്ചു ദൈവം. കർത്താവ് നമ്മളെയും ചേർത്ത് പിടിക്കുക. അങ്ങനെ കർത്താവ് നമ്മളെയും തള്ളിക്കളയുന്നില്ല, അവൻ ഉപേക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യെശയ്യായുടെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനം പറയുന്നുണ്ട്, ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയില്ല എന്ന്. ഞാങ്ങണയും ഈറ്റയും ഒക്കെ പോലുള്ള ചെടികൾ അത് ചതഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗശൂന്യമാണ്. കാരണം ചതഞ്ഞു പോയ ഒരു ഈറ്റ കൊണ്ട് പായ മെനയാനോ ബാസ്ക്കറ്റ് ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പം ചതഞ്ഞു പോയ ഞാങ്ങണ യൂസ്ലെസ് ആണ്, അതിനുവേണ്ടി അതിനി ഒന്നിനും കൊള്ളില്ല, അതുകൊണ്ട് അത് മുറിച്ച് കളയുകയുള്ളൂ. എന്നാൽ കർത്താവ് ചതഞ്ഞ ഞാങ്ങണ മുറിക്കുകയില്ല എന്ന് യെശയ്യാ 42:3 പറയുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം ചതഞ്ഞ് അരഞ്ഞു പോയിട്ടുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും നമ്മുടെ പാപങ്ങളിലും നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ മൂലമൊക്കെ ചതഞ്ഞ് അരഞ്ഞുപോയ ഒരനുഭവം ഉണ്ടാകാം. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതം യൂസ്ലെസ്സായി, ഇനി എൻ്റെ ജീവിതം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ ആയുസ് തീരാറായി, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ പ്രയോജനമില്ലാത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നമുക്ക് സമാശ്വാസം നൽകുന്നു. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിച്ചു കളയുന്നില്ല, അവൻ വീണ്ടും അതിനെ വളർത്തുന്നു, വീണ്ടും അതിനെ ഉപയോഗയോഗ്യമുള്ളതാക്കി മാറ്റുമെന്ന് തിരുവചനം പറയുകയാണ്. മങ്ങിയ തിരി കെടുത്തുകയില്ല. തിരി മങ്ങിപ്പോകുന്നത് എപ്പോഴാണ്? എണ്ണ വറ്റി പോകുമ്പോഴാണ്. എണ്ണ വറ്റി കഴിയുമ്പോൾ ആ തിരി കത്തി കത്തി അത് തീരും. അപ്പോൾ പിന്നീട് അത് കത്തിക്കാൻ പറ്റില്ല, ഇല്ലാതാകും, കെട്ടുപോകാൻ പോകുന്നു എന്നതിൻ്റെ അർത്ഥമാണ് ഈ മങ്ങൽ. അപ്പോൾ അതുകൊണ്ട് ആ തിരി കെടുത്തിക്കളയും. അത് പക്ഷെ കർത്താവ് മങ്ങിക്കത്തുന്ന തിരി കെടുത്തിക്കളയുന്നില്ല, അത് വീണ്ടും ആളിക്കത്തിക്കാൻ അതിൽ അവിടുന്ന് എണ്ണ പകരുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ എണ്ണ വറ്റിപ്പോയിരിക്കാം. ഒരുപക്ഷെ ഒരിക്കൽ ആളിക്കത്തിക്കൊണ്ടിരുന്ന നീ ഇന്ന് മങ്ങി 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 കെട്ടുപോകാൻ പോകുന്ന അവസ്ഥയാണ്. നിന്റെ ആത്മീയത കെട്ടുപോകുന്നു. നിന്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നിന്റെ ശോഭ കെട്ടുപോയിരിക്കുന്നു. നിന്റെ സാധ്യതകളെല്ലാം കെട്ടുപോയിരിക്കുന്നു. നിന്റെ കഴിവുകളെല്ലാം ഇല്ലാതായി. നിനക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. നിന്റെ ജീവിതം ഇതാ ശൂന്യതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നീ തന്നെ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കർത്താവ് മങ്ങിയ തിരി കെടുത്തിക്കളയുന്നവനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വീണ്ടും നിന്റെ ജീവിതത്തിൽ എണ്ണ പകരും. അവൻ വീണ്ടും നിന്റെ ജീവിതം ആളിക്കത്താനിടയാകും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ വീണ്ടും നീ പ്രകാശം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറും. എല്ലാം തീർന്നുവെന്ന് നീ ചിന്തിക്കരുത്. എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടു, ഇനി കർത്താവിനും എന്നെ കൊണ്ട് ആവശ്യമില്ല എന്ന് നീ ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ ഹൃദയം നീ തുറന്നു കൊടുക്കണം. നിന്റെ ചതഞ്ഞറിഞ്ഞു പോയ ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ളവനായ തമ്പുരാന്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ അവൻ്റെ ഒരു വാക്ക് മതി ചതഞ്ഞറിഞ്ഞ നിന്റെ ജീവിതത്തിന് രൂപാന്തരീകരണം സംഭവിക്കുവാൻ. വീണ്ടും നീ തഴച്ചു വളരും, വീണ്ടും നീ ഫലമുള്ളവളായി മാറും, ഫലമുള്ളവനായിട്ട് മാറും.
കർത്താവ് ചതഞ്ഞ ഞാങ്ങണ മുറിക്കുകയില്ല, മങ്ങിക്കത്തുന്ന തിരി കെടുത്തുകയില്ല. ഈ വചനം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം കൈവിട്ടു, ജീവിതം നഷ്ടപ്പെട്ടു, ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആ ചിന്തകൾ മാറ്റിവെക്കണം. കർത്താവ് നമ്മളെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല അടയാളം എന്താണെന്നറിയാമോ? എന്തായിരിക്കും? കർത്താവ് നമ്മളെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല അടയാളം, ഈ നിമിഷം വരെയും നമ്മുടെ ആയുസ് കർത്താവ് നീട്ടിത്തന്നിരിക്കുന്നു എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കൈവിട്ടാൽ പിന്നെ ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. കർത്താവിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയൊക്കെ തീർന്നെങ്കിൽ പിന്നെ കർത്താവ് ആ വ്യക്തിയെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിനക്ക് ഇന്നിൻ്റെ രാവിലെ എഴുന്നേൽക്കാൻ ദൈവം കൃപ തന്നെങ്കിൽ, ഇന്നും ഈ ശാലോമിൻ്റെ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് കടന്നു വരാൻ ദൈവം നിന്നെ അനുവദിച്ചെങ്കിൽ, നിന്റെ ദൈവത്തിന് നിന്റെ ഭാവിയെക്കുറിച്ച് ഇനിയും പദ്ധതികളുണ്ട് എന്നതിന് അടയാളമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തിന് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തണം? എന്തിന് നീ ഭൂമിക്ക് ഭാരമായി ജീവിക്കണം? അപ്പോൾ ഓരോ പ്രഭാതവും ദൈവം തരുന്ന പുതിയ അവസരങ്ങളാണ്. ഓരോ നിമിഷവും ആയുസിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഓരോ നിമിഷവും ദൈവം തരുന്ന പുതിയ അവസരങ്ങളാണ്. ദൈവം വ്യക്തികളെ കൈവിടാതെ പുതിയ പുതിയ അവസരങ്ങൾ നൽകി വീണ്ടും വീണ്ടും തൻ്റെ അടുത്തേക്ക് മടക്കി വിളിക്കുന്നു. നമ്മുടെ ദൈവം ഒരവസരം മാത്രം തരുന്നവരല്ല, രണ്ടവസരം. നമുക്കറിയാം, ചില പരീക്ഷകളൊക്കെ ചിലപ്പോൾ 2 or 3 പ്രാവശ്യമൊക്കെയാണ് തോറ്റുപോയാൽ എഴുതാനായിട്ട് അവസരം തരിക. പക്ഷെ കർത്താവിന് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. എപ്പോൾ നീ അവൻ്റെ പക്കലേക്ക് തിരിയുന്നുവോ അപ്പോൾ അവൻ വീണ്ടും നിന്നെ അനുഗ്രഹിക്കും. പത്രോസ് ഹൃദയം നുറുങ്ങി കരഞ്ഞു. നമുക്കറിയാം, സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് തള്ളിപ്പറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പത്രോസിനോട് കർത്താവ് ചോദിച്ചു, 3 പ്രാവശ്യം ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. സ്നേഹമുണ്ടെങ്കിലേ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റുള്ളൂ, നിലപാടെടുക്കാൻ പറ്റുള്ളൂ, റിസ്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം പത്രോസ് എന്തുകൊണ്ടാണ് ആളുകളുടെ മുമ്പിൽ വെച്ച് യേശുവിനെ തള്ളിപ്പറഞ്ഞത്? അവൻ്റെ സെൽഫ് ലവ് കൊണ്ടാണ്, അവൻ്റെ സ്വയം സ്നേഹം. അവിടെ അവൻ യേശുവിനെ സ്നേഹിച്ചതിനേക്കാളേറെ അവനെ സ്നേഹിച്ചത്. ഈ സെൽഫ് ലവ് ഉള്ളപ്പോൾ എപ്പോഴും മനുഷ്യൻ അവൻ്റെ സെക്യൂരിറ്റിയെ നോക്കുകയുള്ളൂ, അവൻ്റെ സുരക്ഷിതത്തെ നോക്കുകയുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് സ്വയം സ്നേഹമാണ്. ദൈവസ്നേഹത്തിന് എതിരായിട്ടുള്ളതാണ് ഈ സ്വയം സ്നേഹം. നമ്മളുടെ സ്വയം സ്നേഹം കൊണ്ടാണ് റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റാതിരിക്കുന്നത്. യേശുവിന് വേണ്ടി നിലപാടെടുക്കാൻ, നിലകൊള്ളാൻ, ദൈവഹിതം നിറവേറ്റാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ വരുന്നത് നമ്മുടെ ഈ സെൽഫ് ലവ് കൊണ്ടാണ്. അപ്പോൾ ഈ സെൽഫ് ലവ് ഉള്ള വ്യക്തികൾക്ക് അവരെപ്പോഴും അവരുടെ കാര്യം നോക്കുള്ളൂ, അവരുടെ ഇമേജ്, അവരുടെ വളർച്ച, അവരുടെ സുരക്ഷിതത്വം. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ലീഡറാകാൻ പറ്റില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് റിസ്ക് എടുക്കാൻ ധൈര്യം ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ളവർ നയിക്കുന്നിടം വളരുകയില്ല. അതുകൊണ്ട് ആദ്യം തകർക്കപ്പെടേണ്ടത് ഈ സ്വയം സ്നേഹമാണ്, സ്വയം കേന്ദ്രീകൃത അവസ്ഥയാണ്. കർത്താവ് അത് തകർക്കുക. 3 പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അതുകൊണ്ട് സ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ് കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ, സഭയ്ക്ക് വേണ്ടി റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടാവും. യഥാർത്ഥ സ്നേഹം, സ്വയം സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ലീഡർ ഒരിക്കലും സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുകയില്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കുകയുള്ളൂ. അപ്പം പത്രോസിനെ ശുദ്ധീകരിച്ചു. പത്രോസിൻ്റെ സ്വയം സ്നേഹത്തിൽ നിന്ന് പത്രോസിന് വിടുതൽ നൽകി യഥാർത്ഥ സ്നേഹം കൊണ്ട് നിറച്ച് അവനെ വളർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നിറയണം. നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് ആദിയും നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് അസ്വസ്ഥതകളും സ്വയം കേന്ദ്രീകൃതമായ മാനസികാവസ്ഥയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അപ്പോൾ ദൈവസ്നേഹത്തിന് വിരുദ്ധമാണ് ഈ സ്വയം സ്നേഹം. നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കാൻ അത് ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. പത്രോസിൽ അതുണ്ടായിരുന്നു.
അത് ദൈവം തകർത്ത് കളഞ്ഞു പത്രോസിൻ്റെ വീഴ്ചയിലൂടെയും. ഈ രാത്രിയിൽ നമുക്കും ആ ഒരു കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായ വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. നഷ്ടപ്പെട്ടതെല്ലാം അവൻ വീണ്ടെടുത്തു തരും. ഈ രാത്രി ഒരു വീണ്ടെടുപ്പിൻ്റെ രാത്രിയായിട്ട് മാറും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ദൈവം നീട്ടിത്തരുന്ന ആയുസ് ഓരോ ദിവസവും പുതിയ ഒരു അവസരമാണ് ദൈവം നൽകുന്നത് എന്ന് ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ വചനങ്ങളിൽ ഫലം തരാത്ത വൃക്ഷത്തിൻ്റെ കഥ പറയുന്നുണ്ട്. 3 വർഷമായി യജമാനൻ വന്ന് കൃഷിയിടത്തിൽ നോക്കിയിട്ടും ഫലമൊന്നുമില്ല. ഇനി അത് വെറുതെ നിലം പാഴാക്കണ്ട, വെട്ടിക്കളയാമെന്ന് പറഞ്ഞപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, കർത്താവേ, 1 വർഷം കൂടി അത് നിൽക്കട്ടെ, ഒരു പക്ഷേ അത് ഫലം നൽകിയേക്കാം. വെറുതെ നിൽക്കട്ടെ എന്നല്ല പറഞ്ഞത്, ഞാൻ അതിൻ്റെ ചുവട് കളച്ച് വളമിടാം. അങ്ങനെ നീട്ടിക്കിട്ടിയ 1 വർഷം. ഒരുപക്ഷെ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ദൈവം നീട്ടിത്തന്നിരിക്കുന്ന ആയുസ്സായിരിക്കും ഇത്. ഇനി എത്ര കാലം ഉണ്ടെന്ന് നമുക്കറിയില്ല. അടുത്ത വർഷം നമ്മൾ ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. കർത്താവ് തൻ്റെ കൃപയിൽ എഴുതിത്തള്ളാതെ സ്നേഹം കൊണ്ട് നീട്ടിത്തന്ന 1 വർഷത്തിലായിരിക്കാം ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് ആയുസ് നീട്ടിത്തരുന്നത്? ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിലെ ഫലശൂന്യത നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി വെറുതെ ദൈവം കാത്തിരിക്കുകയല്ല. ഇപ്പം നമുക്കറിയാം, ഇവിടുത്തെ തെങ്ങ് കൃഷിക്കാരൊക്കെ തെങ്ങിൻ്റെ ചോട് കിളപ്പിക്കലോ വളമിടലോ ഒന്നുമില്ല. കാരണം എന്താണ്? തേങ്ങയ്ക്ക് വിലയില്ല. അതുകൊണ്ട് കിട്ടുന്നത് കിട്ടട്ടെ എന്ന് കരുതി തെങ്ങിൻ്റെ ചോടൊന്നും കിളയ്ക്കാറില്ല, വെറും ഫലം മാത്രമേ നോക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ കൃഷിക്കാരൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. കർത്താവ് ഫലത്തിന് വേണ്ടി വെറുതെ നോക്കുകയല്ല. കർത്താവ് വെറുതെ ഒരാളോട് ഫലം പുറപ്പെടുവിക്കാൻ പറയില്ല. ഞാൻ നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം നിനക്ക് വേണ്ടി ചെയ്തു തരും. ഞാൻ നിൻ്റെ ജീവിതത്തിൽ ആവശ്യമായ വളമിടും, സാഹചര്യങ്ങൾ ഒരുക്കിത്തരും, കൃപ തരും. അത് സ്വീകരിച്ചുകൊണ്ട് നീ ഫലം പുറപ്പെടുവിക്കണം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം കൈവിടാത്തവരാണ് നമ്മളെല്ലാവരും. ദൈവത്തിന് നമ്മളുടെ ജീവിതം അതിൻ്റെ മഹത്വത്തിലേക്ക്, അതിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അർത്ഥപൂർണ്ണമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണോ എന്നെയും നിങ്ങളെയും ദൈവം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അത് നമ്മളുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കപ്പെടണം. ഈ രാത്രിയിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകണം. ഇന്നലകളിൽ ഒത്തിരി മണ്ടത്തരങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി വീണുപോയിട്ടുണ്ട്, ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നിന്റെ ദൈവം ഈ രാത്രിയിൽ നിനക്ക് നൽകുന്ന സുവാർത്ത എന്ന് പറയുന്നത്, മകനെ മകളെ, ഞാൻ നിന്നെ എഴുതി തള്ളിയിട്ടില്ല. മകനെ മകളെ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ നിന്നെക്കുറിച്ച് ഇപ്പോഴും സ്വപ്നങ്ങളുള്ള പിതാവാണ്. അതുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് ഈ ജീവിതം കൊടുക്കണം. അടുത്ത 1 വർഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി മാറണം. കർത്താവിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ജീവിതമായിട്ട് മാറണം. ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിൻ്റെ ഒരു രാത്രിയായിട്ട് മാറണം. എവിടെയെങ്കിലുമൊക്കെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, എവിടെയെങ്കിലുമൊക്കെ ജീവിതം കുടുങ്ങിക്കിടക്കുകയായിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ തിന്മ നമ്മളെ ബന്ധിച്ചിട്ടുണ്ടാകാം. ഈ രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തെ സന്ദർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവം കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ അന്ധകാരങ്ങൾ നീങ്ങിപ്പോകും. ദൈവം കടന്നു വരുമ്പോൾ നിന്റെ പ്രതിസന്ധികൾ അപ്രത്യക്ഷമാകും. ദൈവം കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിന് പുതിയൊരർത്ഥമുണ്ടാകും. ദൈവം കടന്നു വരുമ്പോൾ നിന്റെ ശാപങ്ങളെല്ലാം അനുഗ്രഹമായി മാറും. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ.
എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ നീ കടന്നു വരണമേ കർത്താവേ. എൻ്റെ മനസ്സ് ശൂന്യതയിലാണ്, എൻ്റെ ജീവിതം തളർന്നു പോയിട്ടുണ്ട് കർത്താവേ. പല മേഖലകളിൽ ഞാൻ തകർന്നു പോയി ദൈവമേ. എൻ്റെ ആയുസ് ഒരുപാട് ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കർത്താവേ. എല്ലാവരും എന്നെ കൈവിട്ടിട്ടുണ്ട് കർത്താവേ. എന്നെ ആർക്കും വേണ്ട കർത്താവേ. ഞാൻ ഒറ്റപ്പെട്ടവളും ഒറ്റപ്പെട്ടവനുമാണ് കർത്താവേ. കർത്താവേ, എൻ്റെ നിസ്സാരത എന്നെ തളർത്തുന്നു. എന്നാൽ നീ എന്നെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ, നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലോ. എൻ്റെ ദൈവമേ, നിന്റെ മുമ്പിലേക്ക് എൻ്റെ ജീവിതം ഉയർത്തുന്നു. നിന്റെ പക്കലേക്ക് ഞാൻ എന്നെ തന്നെ തരുന്നു. എന്നെ സന്ദർശിക്കണമേ, എന്നെ തൊടണമേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്റെ കെട്ടുകൾ അഴിക്കണമേ. എനിക്കൊരു പുതിയ ജീവിതം നൽകണമേ, എനിക്കൊരു പുതിയ അഭിഷേകം നൽകണമേ, പുതിയ ശക്തി എനിക്ക് നൽകണമേ. എന്റെ തകർച്ചകൾ എന്നെ വിട്ടുപോകട്ടെ, എന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, എന്റെ മുറിവുകൾ ഉണങ്ങട്ടെ. കർത്താവേ, വീണ്ടും എനിക്ക് ആരോഗ്യം നൽകണമേ, എനിക്ക് ഐശ്വര്യം നൽകണമേ, എന്റെ കുടുംബത്തെ ഐശ്വര്യപ്പെടുത്തണമേ, എന്റെ ശരീരത്തെ ബലപ്പെടുത്തണമേ, എന്നെ നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോ നന്ദി, ഈശോ നന്ദി, ഈശോ നന്ദി. തകർച്ചകൾ വിട്ടുപോകട്ടെ കർത്താവേ. നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി എന്റെ മക്കളുടെ ജീവിതത്തിൽ വ്യാപിക്കട്ടെ. തിന്മയുടെ സാന്നിധ്യങ്ങൾ വിട്ടുപോകട്ടെ, കെട്ടുകൾ അടിയട്ടെ, കൃപയൊഴുകട്ടെ, പുതുജീവൻ വ്യാപരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയം നമുക്ക് കർത്താവിന് കൊടുക്കാം. 2 വഞ്ചിയിലുള്ള യാത്ര നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് തരുന്നു. എനിക്ക് നിന്റെ കൃപ മാത്രം മതി ദൈവമേ, നിന്റെ അനുഗ്രഹം മാത്രം മതി ദൈവമേ, മറ്റൊന്നും എനിക്ക് വേണ്ട ദൈവമേ. കർത്താവേ, അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം എനിക്കുണ്ടാകണം. കർത്താവേ, അതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിലുള്ള എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. കർത്താവേ, നീ ആഗ്രഹിക്കാത്തതെല്ലാം ഈ രാത്രിയിൽ ഞാൻ ഉപേക്ഷിക്കുകയാണ്. കർത്താവേ, നിനക്കിഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ, നിനക്കിഷ്ടമില്ലാത്ത ബന്ധങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, ചീത്ത കൂട്ടുകെട്ടുകളെല്ലാം ഈ രാത്രിയിൽ ഞാൻ ഉപേക്ഷിക്കുന്ന കർത്താവേ. എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതിന് തടസ്സമായി എന്നിലുള്ള എല്ലാ പാപങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്ന കർത്താവേ. എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ള എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്കൊരു പുതിയ ഹൃദയം തരണമേ, എനിക്കൊരു പുതിയ മനസ്സ് നൽകണമേ, എനിക്കൊരു പുതിയ ജീവിതം നൽകണമേ. എന്നെ അനുഗ്രഹിക്കാതെ രാത്രിയിൽ പറഞ്ഞു വിടരുത്, എന്നെ അഭിഷേകം ചെയ്യാതെ പറഞ്ഞു വിടരുത്. എന്റെ കർത്താവ് എന്നെ തൊട്ട് അനുഗ്രഹിക്കണം, എന്നെ നിന്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണം. എന്റെ ഭാവി ജീവിതത്തെ ഐശ്വര്യപ്പെടുത്തണമേ, എന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചു കളയണമേ. എല്ലാവരും പ്രാർത്ഥിക്കുക. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞു പോകുക, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുക, ചീത്ത സ്വഭാവങ്ങൾ വിട്ടുപോകുക. ദൈവ കൃപ ഒഴുകുന്നു, ദൈവ സാന്നിധ്യം വ്യാപിക്കുന്നു. ഹല്ലേലൂയ, 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 നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ
തിരുകൃപ മതി എനിക്ക്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക് ദിവികാരുണ്യനാഥനെ ക്ഷണിക്കാം. ഞങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് എടുത്തുയർത്തുക. ഒരുപക്ഷെ സാമ്പത്തികമായ തകർച്ചയുടെ പാരമ്യത്തിലൂടെ കടന്നു പോകുന്ന കുടുംബമായിരിക്കാം നിങ്ങളുടേത്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ ദൈവത്തിന് സാധിക്കും. അവനായിട്ട് ജീവിതം സമർപ്പിക്കണം. അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതത്തിലാണ് അവൻ ഇടപെടുകയുള്ളൂ. നീ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചാൽ, നിന്റെ ജീവിതം ദൈവത്തിൻ്റെതായി തീർന്നാൽ, നിന്റെ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെതായി മാറും. നിന്റെ കടഭാരം ദൈവത്തിൻ്റെ കടഭാരമായി മാറും. നിന്റെ ശത്രുക്കൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറും. പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുക്കുക. കർത്താവിന് പിടിച്ചു വെക്കാതെ പൂർണ്ണമായിട്ടും കൊടുക്കുക. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അവൻ്റെ ഹിതമനുസരിച്ച് ഞാൻ ജീവിക്കും. ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരുമെന്ന് പറഞ്ഞത് കർത്താവാണ്. അവൻ നിനക്ക് ചെയ്തു തരുമല്ല. നിന്റെ മക്കളുടെ കാര്യം അവൻ ക്രമപ്പെടുത്തും. നിന്റെ ആരോഗ്യ മേഖലകൾ അവൻ ക്രമപ്പെടുത്തും. പൂർണ്ണമായിട്ട് അവന് വിട്ടുകൊടുക്കുക. ഇനി യേശുവിൻ്റെ ചേർന്നുള്ള ജീവിതം മാത്രം മതി. യേശുവിനെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ജീവിതം എനിക്ക് വേണ്ട. ഞാൻ നിന്റേതായി തീരട്ടെ. എൻ്റെ കുടുംബം നിന്റേതായി തീരട്ടെ. എൻ്റെ പ്രവർത്തന മേഖലകൾ നിന്റേതായി തീരട്ടെ. കർത്താവേ, പൂർണ്ണമായി നിനക്കായി സമർപ്പിക്കപ്പെട്ട ഈ സമൂഹത്തിന്റെ നൊമ്പരങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. ബുദ്ധിമുട്ടുകളിലേക്ക് ഇറങ്ങി വരണമേ. രോഗാവസ്ഥകളിലേക്ക് ഇറങ്ങി വരണമേ. കണ്ണുനീരിലേക്ക് ഇറങ്ങി വരണമേ. ബന്ധനങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. കർത്താവേ, മക്കളെ കുറിച്ചുള്ള വേദനകൾ കാണണമേ. അവരുടെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ എടുത്തു നിൽക്കണമേ. ജോലി തടസ്സങ്ങൾ എടുത്തു നിൽക്കണമേ. രോഗങ്ങൾ എടുത്തു നിൽക്കണമേ. കുഞ്ഞുങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ എടുത്തു നിൽക്കണമേ. അകന്നുപോയ ദാമ്പത്യ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കണമേ. കുടുംബ കലഹങ്ങൾ ഇല്ലാതാക്കണമേ. പൈശാചികമായ പീഡകൾ നീങ്ങിപ്പോകട്ടെ. കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് ഇവരുടെ കുടുംബങ്ങൾ കഴുകപ്പെടട്ടെ. അങ്ങയുടെ തിരുരക്തത്താൽ ഇവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. സാത്താന്യ ശക്തികൾ വിട്ടുപോകട്ടെ. ആഭിചാര പ്രവർത്തനങ്ങളുടെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. മന്ത്രവാദത്തിന്റെ ശക്തികൾ നിർവീര്യമാകട്ടെ. സാത്താന്റെ ഉപദ്രവങ്ങൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. നിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. നിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിയാലഹരിയ, അബോരോഹരിയ, സലഹരിയ, ബരദോരിയ, അബോരോഹരിയ, തിരുരക്തത്താലെ കഴുകണമേ. തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ എന്നെ പൂർണ്ണമായി കഴുകണമേ. എന്നെ പൂർണ്ണമായി കഴുകണമേ.
ഹല്ലേലൂയ. ഇറങ്ങണമേ കർത്താവേ, കർത്താവായ ഈശോയെ, ഈ സമയത്ത് ഞങ്ങളോട് ചേർന്ന് ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമുള്ള പതിനായിരക്കണക്കിന് മക്കളെ തിരുമുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരിപ്പോൾ എവിടെയായിരിക്കുന്നു അവിടേക്ക് നിന്റെ മുറിവേറ്റ കരങ്ങൾ നീട്ടണമേ. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നീ സ്വീകരിക്കണമേ. തളർന്ന് കിടക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി അവിടുന്ന് കാതോർക്കണമേ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ അവിടുന്ന് സന്ദർശിക്കണമേ. കർത്താവേ, അവർ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ. ആ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ, ഐശ്വര്യം നൽകണമേ. ഒരു ജോലിക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുടെ നിലവിളി കേൾക്കണമേ. മക്കളുടെ വഴിതെറ്റിയ ജീവിതമാർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രിയിൽ നീ ഉത്തരം നൽകണമേ. ഓ ദൈവമേ, ബാങ്ക് ലോണിന്റെ വേദന കൊണ്ട് വിഷമിക്കുന്നവര്, ജപ്തി നോട്ടീസിന്റെ വേദന കൊണ്ട് ഭാരപ്പെടുന്നവര്, എങ്ങനെ കടം വീട്ടുമെന്നറിയാതെ വിഷമിക്കുന്നവര്, കടം വാങ്ങിയത് കൊടുക്കാൻ കഴിയാതെ നിസ്സഹായതയിൽ നിലവിളിക്കുന്നവര്, കർത്താവെ, പുരോഗതി അടഞ്ഞുപോയ കുടുംബങ്ങള്, അവരുടെ ജീവിതത്തിലേക്ക് കൃപയുടെ കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബന്ധനങ്ങൾ തകർന്നു വീഴട്ടെ കർത്താവേ. കർത്താവെ, അവരുടെ കുടുംബങ്ങൾ ഐശ്വര്യപ്പെടട്ടെ. അവരുടെ കുടുംബത്തിന്റെ പ്രതിബന്ധങ്ങൾ നീങ്ങിപ്പോകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവ്. ഈ രാത്രിയിൽ ഈ നൈറ്റ് വിജിലിൽ പങ്കുചേരുന്ന സകല ജനങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകട്ടെ. അവരുടെ കെട്ടുകൾ അഴിയട്ടെ, അവരുടെ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, ബന്ധനം അഴിയട്ടെ. കൃപ ലോകം മുഴുവനും വ്യാപിക്കട്ടെ. ഭണ്ഡാരത്തിൻ വാതിൽ തുറന്നിടണേ. സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറന്നിടണേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും ബലപ്പെടുത്തലിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പ്രവാചകനിലൂടെ പറഞ്ഞല്ലോ, ഞാൻ അവർക്ക് വീണ്ടും ആരോഗ്യം നൽകും, അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുമെന്ന്. ഈ രാത്രിയിൽ നിന്റെ തിരുമുമ്പിലായിരുന്നുകൊണ്ട്
ഇതാ ഞങ്ങളുടെ ശരീരത്തിൻ്റെ വേദനകളും രോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മുറിവേറ്റ കരങ്ങൾ നീട്ടി ഞങ്ങളുടെ രോഗബാധിതമായ ശരീരത്തെ അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ രാത്രിയിൽ അനേകര് അവരുടെ രോഗത്തിന്റെ വേദന കൊണ്ട് തളർന്നു പോയവരാണെന്ന് നീ കാണണമേ. കർത്താവേ, അവരുടെ കണ്ണുനീര് നീ ഒപ്പണമേ. ചികിത്സിച്ച് മടുത്തവരുണ്ട് കർത്താവേ. വേദന തിന്നും മടുത്തവരുണ്ട് കർത്താവേ. ശരീരത്തിന്റെ വേദനകൾ സഹിച്ച് തളർന്ന നിന്റെ മക്കളുടെ കണ്ണുനീര് അവിടുന്ന് കാണണമേ. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല രോഗികളുടെ നേരെയും നിന്റെ കരങ്ങൾ നീട്ടണമേ. ഈ നിമിഷങ്ങളിൽ നിന്റെ സൗഖ്യത്തിന്റെ ആത്മാവ് അവരെ സന്ദർശിക്കട്ടെ കർത്താവേ. അവരുടെ ശരീരത്തിന്റെ തളർച്ചകൾ വിട്ടുപോകട്ടെ. കൈകാലുകളുടെ ബലക്ഷയങ്ങൾ വിട്ടുപോകട്ടെ. നട്ടെല്ലിന്റെ വേദനകൾ വിട്ടുപോകട്ടെ. തലവേദനകൾ വിട്ടുപോകട്ടെ. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. കർത്താവ്, ശരീരത്തിലെ ട്യൂമറുകൾ വിട്ടുപോകട്ടെ. ആമാശയ സംബന്ധമായ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. കർത്താവ്, എല്ലാ ഉദര രോഗങ്ങളും ഇല്ലാതാകട്ടെ. കർത്താവ്, ഞരമ്പുകളുടെ തകർച്ചകൾ വിട്ടുപോകട്ടെ. മുട്ടുകളുടെ വേദന നീങ്ങിപ്പോകട്ടെ. കർത്താവ്, തളർന്നു കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ബലം നൽകണമേ. വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ കൃപ കൊടുക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. വേദനകൾ വിട്ടുപോകട്ടെ. തളർച്ച വിട്ടുപോകട്ടെ. പുതുശക്തി വ്യാപിക്കട്ടെ. പുതുബലം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യമെന്നിൽ നിറയട്ടെ. രോഗപീഠങ്ങൾ മാറട്ടെ. സൗഖ്യമെന്നിൽ നിറയട്ടെ. രോഗപീഠങ്ങൾ മാറട്ടെ. സൗഖ്യമെന്നിൽ നിറയട്ടെ. രോഗപീഠങ്ങൾ മാറട്ടെ. സൗഖ്യമെന്നിൽ നിറയട്ടെ. രോഗപീഠങ്ങൾ മാറട്ടെ. സൗഖ്യമെന്നിൽ നിറയട്ടെ. ഈശോയേ, 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 കർത്താവിൻ്റെ സൗഖ്യം നമുക്ക് ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് നന്ദി പറയാം. നെഞ്ചിൻ്റെ ഭാരം, ശിരസിൻ്റെ ഭാരമെല്ലാം അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവെ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ശരീരത്തിലുണ്ടായിരുന്ന വേദനകളെല്ലാം ഈശോ എടുത്തു നീക്കിക്കൊണ്ടിരിക്കുന്നതിന് ഓർത്ത് നമുക്ക് നന്ദി പറയാം. കാൽമുട്ടുകൾക്ക് ബലം തന്നതിന് നന്ദി പറയാം. ഓ, വേദനകളിൽ നീക്കിക്കളഞ്ഞ കർത്താവെ നന്ദി. ശരീരത്തിനും മനസ്സിനും പുതിയ ശക്തി തന്ന ദൈവമേ നന്ദി. പുതിയ അഭിഷേകത്തിന് നന്ദി കർത്താവേ. കർത്താവേ, ശരീരത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തിയതിന്, സ്കിൻ ഡിസീസുകളെ നിന്റെ തിരുരക്തം കൊണ്ട് നീ സുഖപ്പെടുത്തിയതിന് നന്ദി കർത്താവേ. എല്ലാവരും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ശരീരം മുഴുവനിലേക്കും ദൈവശക്തി വ്യാപിക്കുന്ന നിമിഷം കർത്താവിൻ്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയെ നന്ദി, ഈശോ നന്ദി, ഈശോ നന്ദി.
പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവ്, പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പുതിയൊരു ഉണർവ്, പ്രാർത്ഥനാ ജീവിതത്തിൽ പുതിയൊരു ഉണർവ്, കർത്താവിന്റെ കൃപ ഒഴുകുന്നു, കൃപ ഒഴുകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി. നമുക്ക് സൗഖ്യം തന്ന, ബലം തന്ന, സന്തോഷം പകർന്ന ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. തുടർന്ന് ശാന്തമായിട്ട് ഇരുന്നു കൊണ്ട് നമുക്ക് ആരാധന തുടരാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.